നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 6ലേക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ ഭഗവാന്റെ ജനനം, അസുരനിഗ്രഹങ്ങൾ, ഭഗവാന്റെ മധുരയിലേക്കുള്ള വരവ്, മല്ലയുദ്ധം, ഗുരുകുല വിദ്യാഭ്യാസം, ജരാസന്ധന്റെ ആക്രമണം എന്നീ കാര്യങ്ങളാണ് വിശദീകരിച്ചത്. മധുരയിൽ ജനങ്ങൾ സുരക്ഷിതരല്ലെന്ന് കണ്ട ഭഗവാൻ വിശ്വകർമാവിനെ വിളിച്ച് കടലിന് നടുവിൽ അതിമനോഹരമായ ഒരു നഗരം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് ദ്വാരക. ഒറ്റ രാത്രി കൊണ്ട് മധുരയിലെ ജനങ്ങളെ കൃഷ്ണൻ തൻ്റെ യോഗശക്തിയാൽ സുരക്ഷിതമായി ദ്വാരകയിലേക്ക് മാറ്റി. ഇതിനു ശേഷമാണ് ഭഗവാൻ കാലയവനനെ വധിക്കുന്നതും ജരാസന്ധനെ പിന്നീട് ഭീമസേനനെ കൊണ്ട് കൊല്ലിക്കുന്നതും. ജരാസന്ധനുമായുള്ള പോരാട്ടമാണ് ഭഗവാനെ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചത്. കാലയവനനെ ഭഗവാൻ നേരിട്ട രീതി യുദ്ധതന്ത്രങ്ങളിൽ നിന്നും ഏറ്റവും രസകരമായ ഒന്നാണ്. ആയുധം തൊടാതെ തന്നെ ശത്രുവിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഈ കഥയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നു. ഒരിക്കൽ പോലും തോറ്റിട്ടില്ലാത്ത, ആർക്കും വധിക്കാൻ കഴിയില്ലെന്ന് വരമുള്ള ശത്രുവായിരുന്നു കാലയവനൻ. ജരാസന്ധന്റെ ഉപദേശപ്രകാരം കാലയവനൻ മധുരയെ ആക്രമിച്ചു. കാലയവനനെ നേരിട്ട് യുദ്ധം ചെയ്തു വധിക്കുക പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. യുദ്ധക്കളത്തിൽ വെച്ച് കാലയവനന്റെ മുന്നിൽപ്പെട്ട ഭഗവാൻ പെട്ടെന്ന് തിരിഞ്ഞോടാൻ തുടങ്ങി. കാലയവനൻ ഭഗവാനെ പരിഹസിച്ചുകൊണ്ട് പുറകെ ഓടി. ഭഗവാൻ കാലയവനനെ ഒരു മലമുകളിലുള്ള ഇരുണ്ട ഗുഹയിലേക്ക് നയിച്ചു. ആ ഗുഹയിൽ മുചുകുന്ദൻ എന്ന രാജാവ് ദീർഘകാലമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. ദേവന്മാരെ യുദ്ധത്തിൽ സഹായിച്ചതിന് പ്രതിഫലമായി തന്നെ ആര് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നുവോ അയാൾ തൻ്റെ നോട്ടം ഏറ്റാലുടൻ ഭസ്മമായി പോകട്ടെ എന്ന വരം രാജാവ് നേടിയിരുന്നു. ഗുഹയിൽ പ്രവേശിച്ച ഭഗവാൻ തൻ്റെ പീതാംബരം അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന മുചുകുന്ദന്റെ മേൽ പുതപ്പിച്ചു. തൊട്ടു പിന്നാലെ ഗുഹയിലെത്തിയ കാലയവനൻ ഇരുട്ടിൽ പുതപ്പിനടിയിൽ കിടക്കുന്നത് ഭഗവാനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഓടിക്കൊണ്ടിരുന്ന നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് കാലയവനൻ മുചുകുന്ദനെ ആഞ്ഞു ചവിട്ടി. പെട്ടെന്ന് ഉറക്കമുണർന്ന മുചുകുന്ദൻ ക്രോധത്തോടെ മുന്നിൽ നിന്ന കാലയവനനെ നോക്കി. മുചുകുന്ദന്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ കാലയവനൻ നിമിഷങ്ങൾക്കുള്ളിൽ ഭസ്മമായി തീർന്നു. ഇത്തരത്തിൽ ആയുധമെടുക്കാതെ തന്നെ ഭഗവാൻ തൻ്റെ ശത്രുവിനെ നിഗ്രഹിച്ചു. ശത്രുനിഗ്രഹത്തിന് ശേഷം ഭഗവാൻ മുചുകുന്ദന് മുന്നിൽ പ്രത്യക്ഷനായി. സാക്ഷാൽ വിഷ്ണു ഭഗവാനെ നേരിൽ കാണാൻ സാധിച്ച മുചുകുന്ദൻ ഭക്തി പുരസ്സരം സ്തുതിച്ചു. ഭഗവാൻ മുചുകുന്ദന് മോക്ഷം നൽകി അനുഗ്രഹിച്ചു. ഈ സംഭവത്തിന് ശേഷമാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് താമസം മാറുന്നതും പിന്നീട് രുക്മിണീ സ്വയംവരത്തിലേക്ക് കടക്കുന്നതും. രുക്മിണീ സ്വയംവരം കഥ അടുത്ത പങ്ക്തിയിൽ തുടരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.